എയർ ഫ്രയർ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ നല്ല രുചിയിലുള്ള ഗ്രില്ലഡ് ചിക്കൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കാതെ ഒരു സ്പെഷ്യൽ മസാലയായിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ 2 പീസ് ചിക്കന് കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു 8-10 വെളുത്തുള്ളി അലിയും, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ചെറിയ കഷ്ണം ഇഞ്ചിയും, ഒരു പിടി മല്ലിയിലയും, 2 പച്ചമുളകും ഇതൊന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിതാ ഈ ഒരു വരഞ്ഞ് വെച്ചിട്ടുള്ള ചിക്കൻ പീസിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 പീസിലേക്കും ചേർത്ത് കൊടുക്കാം. ഒരു സ്പെഷ്യൽ ഫ്ലേവറിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചിക്കൻ റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പെപ്പർ ചിക്കൻ മസാലയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പാക്കറ്റിൽ വാങ്ങിച്ചിട്ടുള്ള പെപ്പർ ചിക്കൻ മസാലയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത് ഇല്ലെങ്കിൽ പെരുംജീരകത്തിൻ്റെ പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. കുരുമുളക് പൊടി കുറച്ച് അധികമായിട്ട് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എരിവിനായിട്ട് കുരുമുളക് പൊടിയും പച്ചമുളകുമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പച്ചമുളകിൻ്റെ എരിവിന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ചിക്കനിലൊന്ന് മസാല തേച്ച് പിടിപ്പിക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ 2 സൈഡിലും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. 1 മണിക്കൂറൊന്ന് വെക്കാം കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെക്കാം. കൂടുതൽ സമയം ഉണ്ടെങ്കിൽ കൂടുതൽ സമയം വെക്കാം കേട്ടോ. രാവിലെയൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് വൈകുന്നേരത്തേക്കൊക്കെ ഉണ്ടാക്കി വെക്കാം. അങ്ങനെയും നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ ഒരു പാനിലേക്ക് 1 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഒരു പാനിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഓയിലൊന്നും വേണ്ട നമ്മൾക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ ഒരു ചിക്കൻ ഇതുപോലെ വെച്ച് കൊടുക്കാം. അത്യാവശ്യം ചൂട് കട്ടിയുള്ള ഒരു പാൻ തന്നെ എടുക്കാം കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ കൂടുതൽ നല്ലത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ചെറിയ തീയിൽ വെക്കണം കേട്ടോ. ഏറ്റവും ചെറിയ തീയിൽ തന്നെ വെച്ചാൽ മതി. കാരണം ചിക്കന് കുറച്ച് വലിയ പീസായതുകൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് നമുക്കൊന്ന് തുറന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് റെഡിയായി വരുന്നത് വരെ അടച്ച് തന്നെ വെക്കുക. എന്നാലുള്ള ചിക്കൻ നല്ല പെട്ടെന്ന് കുക്കായിട്ട് വരുള്ളൂ കേട്ടോ. ആ ഒരു ആവി അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന സമയത്ത് നന്നായിട്ട് പെട്ടെന്ന് കുക്കായിട്ട് വരും. അപ്പോൾ 2 സൈഡും കുക്കായി കഴിഞ്ഞാൽ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുക്കായി കഴിഞ്ഞാൽ പിന്നെ എക്സ്ട്രാ ഇതിൽ കുറച്ച് മസാല ഉണ്ട്. അപ്പോൾ ആ ഒരു എക്സ്ട്രാ മസാല ഉള്ളത് നമുക്ക് ഇതിൻ്റെ മുകളിൽ 2 സൈഡിലും ഈ ഒരു ചിക്കൻ്റെ മുകളിൽ ഇതുപോലെ അങ്ങ് ആക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു മസാല ഒന്നങ്ങ് മൊരിയിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് മൊരിയിച്ചെടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഗ്രില്ലഡ് ചിക്കൻ റെഡിയായി. നല്ല ടേസ്റ്റിലുള്ള ഒരു മസാലയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഇനിയിപ്പോൾ റൊട്ടിയുടെ കൂടെയോ കുബൂസിൻ്റെ കൂടെയോ ഒക്കെ ഇത് നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്